വാക്ക് വിത്ത് ഡോക്ടേഴ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ടൈറ്റിൽ പറഞ്ഞതുപോലെ നമ്മൾ ടെറ്റനസ് ഇഞ്ചക്ഷനെ കുറിച്ചിട്ടാണ്. കുറേയേറെ സംശയമുള്ളൊരു ടോപ്പിക്കല്ലേ. എപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കണം, എത്ര എണ്ണം എടുക്കണം, ആദ്യത്തെ കുഞ്ഞിന് ഇപ്പം 2 വയസ്സായി അല്ലെങ്കിൽ 1.5 വയസ്സായി, അടുത്തത് ഉടൻ തന്നെ എടുക്കണോ, അങ്ങനെ കുറേയേറെ സംശയങ്ങളുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാരെ വിളിച്ചു ചോദിക്കുന്നതും ഈ ഒരു ടോപ്പിക്കിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ആ ഒരു ടോപ്പിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം. കുറേയേറെ സംശയങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ കാണുന്നതിലൂടെ. നമുക്കപ്പം ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുന്നേ എന്താണ് ടെറ്റനസ് എന്ന് പറയുന്ന ഒരു ക്ലോസ്ട്രീഡിയം ടെറ്റനൈ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന വളരെ മാരകമായ ഒരു ഇൻഫെക്ഷനാണ് ടെറ്റനസ്. കൂടുതലും മുറിവുകളിലൂടെയാണ് അത് വരുന്നത്. ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ അല്ല. വാക്സിനേഷൻ മാത്രമാണ് ഫലപ്രദം. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഇൻഫെസ്റ്റേഷനാണ് ടെറ്റനസ്. അപ്പോൾ എന്തുകൊണ്ട് ഗർഭിണികൾക്ക് എടുക്കുന്നു? ഗർഭിണികളുടെ 9-ാം മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് മുറിവുകളുണ്ടാകാൻ, അത് സിസേറിയൻ ആയിക്കോട്ടെ സുഖപ്രസവം ആയിക്കോട്ടെ, മുറിവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെറ്റനസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ഈ വാക്സിനേഷൻ ഏറ്റവും കൂടുതൽ ഫലപ്രദമാവുന്ന, എഫക്റ്റീവ് ആവുന്ന എപ്പോഴാണ്? ഇല്ലേ, അതിന് മുന്നേ ഇപ്പോഴത്തെ ഷെഡ്യൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ലേ, ഇപ്പോഴത്തെ ഷെഡ്യൂൾ എന്താണ്? ഇപ്പം നമ്മുടെ ഒരു ഡെവലപ്പിംഗ് രാജ്യമായ ഇന്ത്യയിൽ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിനനുസരിച്ച് പറയുകയാണെങ്കിൽ, ഒരു ഗർഭിണി ആദ്യം ഗർഭം ധരിച്ച് ഒരു ഹെൽത്ത് വർക്കറിൻ്റെ അടുത്ത് എത്തുമ്പോൾ ആദ്യത്തെ ഡോസ് എടുക്കുക. 4 ആഴ്ച കഴിയുമ്പോൾ, അതായത് 1 മാസം കഴിയുമ്പോഴത്തേക്ക് 2ാമത്തെ ഡോസ് എടുക്കുക. ആദ്യത്തെ കുഞ്ഞിന്, അതായത് 2ാമതാണ് ഗർഭിണിയാവുന്ന ആദ്യത്തെ കുഞ്ഞിന് 3 വയസ്സിൽ താഴെയാണുള്ളെങ്കിൽ ബൂസ്റ്റർ ഡോസ് എടുത്താൽ മതിയായിരുന്നു. അതൊരു സിംഗിൾ ഡോസ് ഓഫ് ബൂസ്റ്റർ ഡോസ് എടുക്കുക. ഇതാണ് ഇപ്പോഴത്തെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ പറയുന്നത്. എന്നിട്ട് നമുക്കിതിൻ്റെ പെത്തോളജിയിലോട്ട് പോകാം. എന്താണ് ഇതിൻ്റെ പെത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വാക്സിൻ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം. അതായത് ടെറ്റനസിൻ്റെ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കവറേജ് കിട്ടുന്നത് ഓൾമോസ്റ്റ് ഒരു 4 ആഴ്ച മുതൽ 12 ആഴ്ച വരെയാണ്. അതിനുശേഷം കവറേജ് കിട്ടും, എന്നാലും ഏറ്റവും കൂടുതൽ കവറേജ് കിട്ടുന്നത് ഈ ഒരു സമയത്താണ്. അതായത് ഡെലിവറി 9-ാം മാസം പ്രസവിക്കുന്ന ഒരു സ്ത്രീക്ക്, ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ കവറേജ് വേണ്ട സമയം 36-40 ആഴ്ചയാണെങ്കിൽ ആ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് അറ്റ്ലീസ്റ്റ് 2ാമത്തെ ഡോസെങ്കിലും എടുക്കേണ്ടത് ഒരു 33-34 ആഴ്ചയിലാണ്. അതായത് 8.5 മാസമൊക്കെ ആകുമ്പോഴാണ് 2ാമത്തെ ഡോസ് എടുക്കുന്നത്. ആദ്യത്തെ ഡോസ് ഒരു 27-ാമത്തെ ആഴ്ച. അപ്പോൾ ഒരു 27-28 ആഴ്ചയിൽ ആദ്യത്തെ ഡോസ് എടുക്കുക, 2ാമത്തെ ഡോസ് ഒരു 32 ആഴ്ച എടുക്കുക. അതായത് 7-ാം മാസം 8-ാം മാസം എടുക്കുക. ഇതാണ് ഏറ്റവും ഫലപ്രദമാവുന്ന ഇഞ്ചക്ഷൻ എടുക്കുന്ന രീതി. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഷെഡ്യൂൾ ഫോളോ ചെയ്യുന്നത്? ഇത് ഫോളോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളിൽ ചിലപ്പോൾ ഒരു ഗർഭിണിയെ ആ ഒരു ഹെൽത്ത് വർക്കർ ചിലപ്പോൾ ഒരു തവണയായിരിക്കും കാണുന്നത്, പിന്നെ 9-ാം മാസമായിരിക്കും കാണുന്നത്. ചിലപ്പോൾ ഒരു 5-ാം മാസം വരുന്നു, ഗർഭിണിയാണെന്ന് കാണുന്നു, പിന്നെ കാണുന്നത് ചിലപ്പോൾ പ്രസവിച്ച ശേഷമായിരിക്കും. അപ്പോൾ ഇത്രയും മാരകമായ ഒരു അസുഖം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ ഒരു ഗർഭിണിയെ കാണുമ്പോൾ തന്നെ ആദ്യത്തെ ഡോസും കൊടുക്കുക. അതുകൊണ്ടാണ് ഈ ഒരു ഷെഡ്യൂൾ ഇങ്ങനെ വെച്ചേക്കുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്കറിയാം, വൈദ്യരംഗം ഒരു ഡെവലപ്ഡ് രാജ്യത്തോട് തന്നെ കിടപിടിക്കുന്ന ഒരു വൈദ്യരംഗമാണുള്ളത്. ആ ഒരു സമൂഹത്തിൽ പക്ഷേ നമ്മളിത് ഫോളോ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതാണ്. ഈ ഒരു ഡെവലപ്ഡ് അല്ലെങ്കിൽ ഒരു കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഏറ്റവും നല്ലത് TT എടുക്കുന്നത്. ഇതിനെക്കുറിച്ച് അറിയാം. നമ്മൾ ഒരിക്കലും ആദ്യത്തെ മാസം കഴിഞ്ഞ് 9-ാം മാസം ചെക്കപ്പ് വരുന്ന ആൾക്കാരില്ല. എൻ്റെ ഒരു കഴിഞ്ഞൊരു അനുഭവത്തിൽ അങ്ങനെ വന്നിട്ടുള്ള ഒരു വ്യക്തി പോലുമില്ല. ചിലപ്പോൾ 2-3 മാസമൊക്കെ തെറ്റിപ്പോകാറുണ്ട്. അല്ലാതെ അറിവോടെ മനഃപൂർവ്വം ഒരു പൂർണ്ണമായിട്ട് 9 മാസം ഒരു ചെക്കപ്പും ഇല്ലാതെ നടക്കുന്ന വളരെ വളരെ വിരളമായ ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഡെവലപ്ഡ് രാജ്യത്ത് ഫോളോ ചെയ്യുന്ന രീതി നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. എന്താണ് ഒരു ആദ്യത്തെ, ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 5-ാം, അത്രയും വൈകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 5-ാം മാസം ആദ്യത്തെ ഡോസ് എടുക്കുക, 2ാമത്തെ ഡോസ് ഒരു 7-ാം മാസം 28 വീക്സോടെ എടുക്കുക. അങ്ങനെയല്ല, പെർഫെക്റ്റ് ആയിട്ട് പോകണമെങ്കിൽ 7-ാം മാസം ആദ്യത്തെ ഡോസ് എടുക്കുക, 8-ാം മാസം 2ാമത്തെ ഡോസ് എടുക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ കവറേജ് ആ ഡെലിവറിയുടെ സമയത്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ. ഈ ഒരു വീഡിയോ ഇട്ടതിൻ്റെ പ്രധാനം തന്നെ ഈ ആശാ വർക്കർമാരും അവരാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ എൻ്റെ അടുത്തൊരു പേഷ്യൻറ്റ് പറയുകയാണ്, ഇപ്പോൾ എടുക്കണോ ഡോക്ടറെ, ഞാൻ വേണ്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറ്റം കൂടുതൽ ചുമത്തപ്പെടുന്നത് അവിടുത്തെ ആശാ വർക്കറിനാണ്. അപ്പോൾ അവരുടെ മേലധികാരികൾ ചോദിക്കും, എന്തുകൊണ്ട് ആ ഗർഭിണി ഇപ്പോൾ 6 മാസമായി അവളുടെ ട്രീറ്റ് ഇതുവരെ എടുത്തിട്ടില്ല? ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത്.
പിന്നെ ഇപ്പോൾ നമ്മൾ TT ഇഞ്ചക്ഷൻ മാത്രമാണോ കൊടുക്കുന്നത്, വേറെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കൊടുക്കുന്നത് 1998 WHO കൊണ്ടുവന്നതാണ് നമ്മുടെ ഡിഫ്തീരിയ ടോക്സിനും കൂടെ ഇതിനോട് ആഡ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ കൊടുക്കുന്ന TD എന്ന് പറയുന്ന ഇഞ്ചക്ഷനാണ്. ടെറ്റനസും ഉണ്ട്, ഡിഫ്തീരിയ ഉണ്ട്. ഡിഫ്തീരിയ വളരെ മാരകമായിട്ടുള്ള എന്നാൽ വാക്സിനിലൂടെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്. പ്രഗ്നൻസിയിൽ 100% സേഫാണ്. അപ്പോൾ ഇപ്പോൾ TD ഇഞ്ചക്ഷനാണ് കൊടുക്കുന്നത്. കുറച്ചുകൂടെ അത് നമ്മുടെ സർക്കാരിൻ്റെ നയമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ നമുക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് പറഞ്ഞാൽ Tdap ഇഞ്ചക്ഷനാണ്. ഡിഫ്തീരിയ ഉണ്ട്, ടെറ്റനസ് ഉണ്ട്, പെർട്ടൂസിസ് എന്ന് പറയുന്നത്, വില്ലൻ ചുമ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെയുള്ള വാക്സിനും കൂടെ ഇതിനടുത്ത് ഇൻകോപ്പറേറ്റ് ചെയ്ത് Tdap ഇഞ്ചക്ഷനാണ് പുറം രാജ്യങ്ങളിൽ, ഡെവലപ്ഡ് രാജ്യങ്ങളിൽ കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലിപ്പം ധാരാളം പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ Tdap ഇഞ്ചക്ഷൻ എടുക്കുന്നതുകൊണ്ട് അതും ഇതേ ഷെഡ്യൂളിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 7-ാം മാസം 8-ാം മാസമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ വളരെ മാരകമായ 3 ഡിസീസിൽ നിന്ന് 3 രോഗങ്ങളിൽ നിന്ന് നമുക്ക് പ്രിവെൻഷൻ നേടാൻ സാധിക്കും. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒരു അപ്ഡേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.